ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും 999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഗുഡ് ഈവനിങ്. ഇന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം സെൽസ് ആൻഡ് ബാറ്ററീസിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡറി സെൽസ് എന്താണെന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻസ് നോക്കാം. ക്യാൻ ബി ചാർജ് ബട്ട് cannot be reused. രണ്ടാമത്തെ ഓപ്ഷൻ cannot be charged and reused. മൂന്നാമത്തത് cannot be recharged. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ can be recharged and reused. അപ്പം ആദ്യം സെക്കൻഡറി സെൽസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഓപ്ഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും സെക്കൻഡറി സെൽസ് എന്താണ് എന്നുള്ളത് നോക്കിക്കേ. സെക്കൻഡറി സെൽസ് എന്താണ്? സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത് റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സെൽസ് ആണ് സെക്കൻഡറി സെൽസ്. റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെക്കൻഡറി സെൽസ്. അപ്പോ റീചാർജ് ചെയ്യാം, റീയൂസ് ചെയ്യാം. കാരണം എന്താന്ന് വെച്ചാല് കെമിക്കൽ റിയാക്ഷൻ ഈ സെൽസിൽ ഒക്കറാവുന്ന കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. സോ നമുക്ക് സെക്കൻഡറി സെൽസിനെ റീചാർജ് ചെയ്യുകയും അതിനെ റീയൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ പ്രൈമറി സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി സെൽസ് cannot be recharged, whereas secondary cells can be റീചാർജ്. അപ്പോ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ലെഡ് ആസിഡ് സെൽ, ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്, 2-3 എണ്ണമാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലെഡ് ആസിഡ് സെൽ സെക്കൻഡറി സെല്ലാണ്, നിക്കൽ അയൺ സെക്കൻഡറി സെല്ലാണ്, നിക്കൽ കാഡ്മിയവും സെക്കൻഡറി സെല്ലാണ്. ഒത്തിരി ഉണ്ട്, മൂന്നെണ്ണം മാത്രമേ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡറി സെൽസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത് റീചാർജബിൾ ആൻഡ് റീയൂസബിൾ സെൽസിനെയാണ് സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, next, if the capacity of a battery is 1000 milliampere hour, it can supply 1 ampere current for. ഒരു ബാറ്ററി തന്നിട്ടുണ്ട്, ബാറ്ററിയുടെ കപ്പാസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 1000 milliampere hour. ഓക്കെ, അപ്പം ആ ബാറ്ററി 1 ampere കറണ്ട് എത്ര സമയത്തേക്കാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ 1 ആംപിയർ എന്നാ തന്നേക്കുന്നത്. ഓപ്ഷൻ എല്ലാം മിനിറ്റ്സിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 1000 മില്ലി ആംപിയർ അവർ. നമുക്ക് കറണ്ട് തന്നേക്കുന്നത് ആംപിയറിലാണ്, പക്ഷേ ബാറ്ററിയുടെ കപ്പാസിറ്റി തന്നേക്കുന്നത് മില്ലി ആംപിയർ അവറിലാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മില്ലി ആംപിയർ അവറിലുള്ളതിനെ ആംപിയർ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ 1000 മില്ലി ആംപിയർ അവർ എന്ന് പറയുന്നത് 1000 ഇൻറ്റു 10⁻³ ആംപിയർ അവർ ആണ്. ഓക്കെ, 1000 ഇൻറ്റു 10⁻³ ആംപിയർ അവർ ആണ് മില്ലി ആംപിയർ അവറിന്റെ കൺവേർഷൻ ടു ആംപിയർ അവർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി എത്ര കിട്ടും? 1000 ഇൻറ്റു 10⁻³ മില്ലി ആംപിയർ അവറിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 ഇൻറ്റു 10⁻³ ആംപിയർ അവർ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ടൈം പീരിയഡ് ആണ് ചോദിച്ചേക്കുന്നത്. സോ കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി നമ്മൾ ആംപിയർ അവറിലാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് ദി ബാറ്ററി എന്ന് പറയുന്നത് ആംപിയർ അവർ ആണ്. അപ്പൊ കപ്പാസിറ്റി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28-ന്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ?
എങ്കിൽ ടെക് പി എസ് സിയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് പി എസ് സി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 3000ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും 999 എന്ന നിസ്സാരമായ പ്രൈസിലും. തന്നിട്ടുണ്ട്, എത്ര ആംബിയർ എന്നുള്ളതും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര ടൈം പീരിയഡിലാണ്. നമുക്ക് അവറിലാ ഉള്ളത്, അതിനെ നമ്മൾ സെക്കൻഡ് മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. അപ്പം ബാറ്ററിയുടെ കപ്പാസിറ്റി 1000 മില്ലി ആംബിയർ അവർ, അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 ഇൻറ്റു 10⁻³ ആംബിയർ അവർ എന്ന് കിട്ടും. ഇപ്പൊ 1000 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 1000 ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് 1 ആംബിയർ അവർ ആണ്. 1000 ഇൻറ്റു 10⁻³ 10⁻³ എന്ന് പറയുമ്പോൾ പോയിന്റ് ഇങ്ങോട്ട് വരും. സോ 1 ആംബിയർ അവർ ആയിരിക്കും കപ്പാസിറ്റി എന്ന് പറഞ്ഞ് കിട്ടുന്നത്. കറണ്ട് എത്രയാ? 1 ആംബിയർ. അപ്പോ ഫോർമുല എന്താ? ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഇൻറ്റു ടൈം പീരിയഡ്. ഓക്കെ, അപ്പൊ ടോട്ടൽ കപ്പാസിറ്റി നമ്മൾ 1 ആംബിയർ അല്ലെങ്കിൽ 1000 ഇൻറ്റു 10⁻³ ആംബിയർ അവർ എന്ന് കിട്ടി, ഈക്വൽ ടു 1 ആംബിയർ ഇൻറ്റു ടോട്ടൽ ടൈം പീരിയഡ്, ഇവിടെ അവേഴ്സിലാണ്. അപ്പൊ അവേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? അവേഴ്സ് എന്ന് പറയുന്നത് ഈ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ കറണ്ട്. അപ്പം അവർ അല്ലെങ്കിൽ ടൈം പീരിയഡ്, നമുക്ക് അവറിന് പകരം ടൈം എന്ന് തന്നെ എടുക്കാം. ടൈം പീരിയഡ് ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി ഡിവൈഡഡ് ബൈ കറണ്ട്. ഓക്കെ, കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി ഡിവൈഡഡ് ബൈ കറണ്ട്. അപ്പൊ കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി നമ്മൾ എത്രയാ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്? കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി എന്ന് പറയുന്നത് 1 ആംബിയർ അവർ ആണ്. ഞാൻ അവിടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, 1 ആംബിയർ അവർ എന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ കപ്പാസിറ്റി 1 ആണ്, കറണ്ട് എത്രയാ? 1 ആംബിയർ. അപ്പോൾ ടോട്ടൽ ടൈം പീരിയഡ് നമുക്ക് എത്രയാ കിട്ടുന്നത്? ടോട്ടൽ ടൈം പീരിയഡ് ഈക്വൽ ടു 1 അവർ എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. ടൈം പീരിയഡ് ഈക്വൽ ടു 1 അവർ. അപ്പൊ 1 അവറിനെ എങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്? 1 അവർ എത്ര മിനിറ്റ്സ് ആണ്? 1 അവർ ഈക്വൽ ടു 60 മിനിറ്റ്സ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ടോട്ടൽ ടൈം പീരിയഡ് കണ്ടുപിടിക്കുന്നത്. അതിന് വേറെ ഒന്നുമല്ല, ഫോർമുല യൂസ് ചെയ്യേണ്ടത് ഇതൊന്ന് ഓർത്ത് വെക്കുക. ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഇൻറ്റു ടൈം പീരിയഡ്. ടോട്ടൽ കറണ്ട് ഇൻറ്റു ടൈം പീരിയഡ്. നമുക്ക് വേണ്ടത് ടൈം പീരിയഡ് ആണ്. ആക്ച്വലി ടൈം പീരിയഡ് അവേഴ്സിലാണ്, അതിനെ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുക. സോ ഈ ഒരു രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which type of battery technology has the highest specific energy? Highest specific energy ഉള്ള ബാറ്ററി ഏതാണ്? തന്നിരിക്കുന്ന ബാറ്ററീസിലെ ഏതിന്റെ സ്പെസിഫിക് എനർജി ആണ് ഏറ്റവും ഹയസ്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാ? സൂപ്പർ കപ്പാസിറ്റർ, ലെഡ് ആസിഡ്, നിക്കൽ കാഡ്മിയം, ലിഥിയം അയൺ. ഏതായിരിക്കും ഏറ്റവും കൂടുതൽ സ്പെസിഫിക് എനർജി ഉള്ള ബാറ്ററി? ഏതായിരിക്കും? എന്തെങ്കിലും ഐഡിയ? Which battery has the highest specific energy? ഇപ്പം ഓരോന്നിന്റെയും സ്പെസിഫിക് എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇതില് ആക്ച്വലി ആൻസർ എന്ന് പറയുന്നത് ലിഥിയം അയൺ ആണ് ആൻസർ. ലിഥിയം അയൺ ബാറ്ററിക്കാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് എനർജി ഉള്ളത്. അപ്പം വെൻ കമ്പയർ ടു ഓൾ ദി അതർ ബാറ്ററീസ്, ലിഥിയം അയൺ ബാറ്ററീസിനാണ് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് എനർജി. ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ലിഥിയം അയൺ ബാറ്ററിയുടെ ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് ഹയർ എനർജി ഡെൻസിറ്റി, ഹയർ എനർജി എഫിഷ്യൻസി, ലോങ്ങർ ലൈഫ് സൈക്കിൾ ആൻഡ് ലോങ്ങർ ലൈഫ്. ഇത്രയും ലിഥിയം അയൺ ബാറ്ററിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ലിഥിയം അയൺ ബാറ്ററീസിന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഹയർ സ്പെസിഫിക് എനർജി, ഹയർ എനർജി ഡെൻസിറ്റി, ഹൈ എനർജി എഫിഷ്യൻസി, ലൈഫ് സൈക്കിൾ കൂടുതലാണ്, ലൈഫും കൂടുതലാണ്. ഓക്കെ, ഇനി ഓരോ തന്നിരിക്കുന്ന ഓരോന്നിന്റെയും സ്പെസിഫിക് എനർജിയാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോ സൂപ്പർ കപ്പാസിറ്റർ
സൂപ്പർ കപ്പാസിറ്റേഴ്സിന്റെ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് 5 to 20 വാട്ട് അവർ പെർ കിലോഗ്രാം. ലെഡ് ആസിഡ് ബാറ്ററീസിന്റെ 35 to 40 വാട്ട് അവർ പെർ കിലോഗ്രാം ആണ്. നിക്കൽ കാഡ്മിയം ബാറ്ററീസിന്റെ 40 to 60യും ലിഥിയം അയണിന്റെ 42 to 180. 180 എന്ന് പറയുന്ന ഒരു 200 വരെ പോകാം. ഇപ്പം സ്പെസിഫിക് റേഞ്ച് എന്ന് പറയുന്നത് 42 to 180 വാട്ട് അവർ പെർ കിലോഗ്രാം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ലിഥിയം അയൺ ബാറ്ററിയുടെ സ്പെസിഫിക് എനർജിയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് ബാറ്ററി ടെക്നോളജി ഹാസ് ദി ഹയസ്റ്റ് സ്പെസിഫിക് എനർജി? ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ ലിഥിയം അയൺ ബാറ്ററിക്കാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ ഓർഡർ ടു. ഇപ്പൊ നമ്മൾ ഒത്തിരി സെൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പം എന്തായാലും ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സെൽസിനെ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്നത്. സെൽസ് അല്ലെങ്കിൽ ബാറ്ററീസിനെ സീരീസ് അല്ലെങ്കിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ സീരീസ് ആയിട്ട് എന്തിനാ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തിനാ സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കാം. എന്താണ് ആൻസർ? എന്താണ്? ഇൻക്രീസ് വോൾട്ടേജ്. ഇൻക്രീസ് ദ വോൾട്ടേജ്, കറക്റ്റ് ആണ്. അപ്പോ സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കറന്റ്, ഇൻക്രീസ് ദ വോൾട്ടേജ്, ഇൻക്രീസ് ദ സെൽ ലൈഫ്, ഡിക്രീസ് ദ വോൾട്ടേജ്. അപ്പൊ നമ്മൾ സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനാണ്. എന്തിനായിരിക്കും പാരലലി കണക്ട് ചെയ്യുന്ന? ഏത് റേറ്റിംഗ് കൂട്ടാനായിരിക്കും പാരലലി കണക്ട് ചെയ്യുന്നത്? കറന്റ്. ആംപിയർ അവർ കറണ്ട് അല്ല, ആംപിയർ അവർ റേറ്റിംഗ്, അതായത് അതിന്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആംപിയർ അവർ റേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കപ്പാസിറ്റിയാ വരുന്നത്. അപ്പൊ ആംപിയർ അവർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പാരലലി നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് എന്താണ്? വോൾട്ടേജ് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, in order to avoid the effect of corrosion in lead acid batteries, എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? കൊറോഷൻ, ലെഡ് വാസ്ലിൻ, അതന്നെ വാസ്ലിൻ ഓർ പെട്രോളിയം ജെല്ലി. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ കൊറോഷന്റെ ഇഫക്റ്റ്, കൊറോഷൻ എന്ന് പറഞ്ഞാൽ റസ്റ്റിംഗ് ആ ഒരു പ്രോപ്പർട്ടി അല്ലേ, കൊറോഡ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി, റസ്റ്റിംഗ് അല്ല കൊറോഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? അപ്പൊ വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ വാസ്ലിൻ എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റെസിസ്റ്റന്റ് ടു വാട്ടർ. അപ്പോ കൊറോഡ് ചെയ്യുന്നത് അത് പ്രിവെന്റ് ചെയ്യും. സോ അതുകൊണ്ട് എന്താണ്, ഈ ബാറ്ററിയുടെ ടെർമിനൽസിൽ നമ്മൾ വാസ്ലിൻ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്യും. അപ്പൊ അത് കാരണം വെള്ളം കൊണ്ടുള്ള ആ ഒരു കൊറോഷൻ അത് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഇതിന്റെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, വാസ്ലിൻ ഓർ പെട്രോളിയം ജെല്ലി. നെക്സ്റ്റ്, 5 cells each with EMF of 1.2 volt and internal resistance of 0.5 ohm are connected in series. Resulting battery will have. അപ്പോ ഇതൊരു സീരീസ് കണക്ഷൻ ആണ് പറയുന്നത്. എത്ര സെൽസ് ആണ് തന്നേക്കുന്നത്? 5 സെല്ല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഓരോ സെല്ലിന്റെയും വോൾട്ടേജ് 1.2 വോൾട്ടും ഈക്വൽ കപ്പാസിറ്റി ഉള്ളതാണ്. ഓരോന്നിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ഓമുമാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന ആ ഒരു യൂണിറ്റിന്റെ ടോട്ടൽ വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ കിട്ടുന്നത്? 5 സെൽസ് ആണ്, ഓരോന്നിന്റെ വോൾട്ടേജും 1.2. അപ്പോ ടോട്ടൽ EMF അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? E is equal to 5 into 1.2, കാരണം സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്യുന്നത്. സോ 5 into 1.2 ആയിരിക്കും ടോട്ടൽ വോൾട്ടേജ്. അതുപോലെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5 ഓം ആണ്. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 into അല്ലെങ്കിൽ ടോട്ടൽ സെൽസ് 5 ആണ്. അപ്പൊ 5 into 0.5. 5 into 0.5 എന്ന് പറയുന്നത് 2.5 ഓം. അപ്പോ ഓപ്ഷൻ സി ആണ് ആൻസർ. EMF 6 വോൾട്ടും ഇന്റേണൽ റെസിസ്റ്റൻസ് 2.5 ഓം. സോ അതിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ EMF എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു EMF ഓഫ് ഈച്ച് സെൽ അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ഈച്ച് സെൽ. അപ്പൊ 5 into 1.2 6 വോൾട്ടും ഇന്റേണൽ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് സിംഗിൾ സെൽ. അപ്പൊ 5 into 0.5 2.5 ഓം. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്തത്
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി സെൽ? തന്നിരിക്കുന്നതില് ഏതാണ് സെക്കൻഡറി സെൽ? ലെക്ലാൻഡ് സെൽ, വോൾട്ടൈക് സെൽ, എഡിസൺ സെൽ, ഡ്രൈ സെൽ. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് സെക്കൻഡറി സെൽ? നമുക്കറിയാം സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് റീചാർജ് ചെയ്യാൻ പറ്റുന്നതും റീയൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള സെല്ലിനെയാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കും സെക്കൻഡറി സെൽ? എഡിസൺ സെല്ലോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പം എഡിസൺ സെൽ സെക്കൻഡറി സെല്ലാണ്. അതിനെ എഡിസൺ അക്യൂമുലേറ്റർ എന്നും പറയാം. ഇത് വേറൊന്നുമല്ല, നിക്കൽ അയൺ ആൽക്കലൈൻ സ്റ്റോറേജ് സെല്ലിനെയാണ് എഡിസൺ സെൽ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ കമ്പോണൻസ് ആണ് ഈ പറയുന്നത്. നിക്കൽ പ്ലേറ്റഡ് അയൺ കണ്ടെയ്നർ ഉണ്ട്, നിക്കൽ ഓക്സൈഡ് ആണ് കാഥോഡ് ആയിട്ടും അയൺ ആനോഡായിട്ടും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി ഈ തന്നിരിക്കുന്നതെല്ലാം ലെക്ലാൻഡ് സെൽ, വോൾട്ടൈക് സെൽ, ഡ്രൈ സെൽ ഇതൊന്നും സെക്കൻഡറി സെൽ അല്ല, പ്രൈമറിയിലായിരിക്കും വരുന്നത്. എഡിസൺ സെൽ മാത്രമാണ് സെക്കൻഡറി സെൽ. ഓക്കെ, അപ്പോൾ ഓരോ സെല്ലിന്റെയും എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെക്കുക. കാരണം ചിലപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പ്രൈമറി ഏതായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡറി ഏതായിരിക്കും എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പ്രൈമറി സെൽ? നേരത്തെ നമ്മൾ കണ്ട ചോദ്യം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെക്കൻഡറി സെൽ. അടുത്തത് വീണ്ടും സെക്കൻഡറി സെൽ ഏതാണ് എന്നുള്ളതാണ്. പക്ഷെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി സെൽ. വീണ്ടും തന്നിരിക്കുന്ന ഓപ്ഷനിൽ നേരത്തെ എഡിസൺ ഉണ്ടായിരുന്നു, ലെക്ലാൻഡ്, വോൾട്ടോയിക്, ഡ്രൈ സെൽ, എഡിസൺ ഉണ്ടായിരുന്നു. ഇതില് ലെക്ലാൻഡ്, വോൾട്ടൈക് സെയിം ഉണ്ട്, ലെഡ് ആസിഡും ഡാനിയലും ആണ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും സെക്കൻഡറി സെൽ? ഏതാ? പ്രൈമറി അല്ലേ? നോട്ട് എ പ്രൈമറി. നോട്ട് എ പ്രൈമറി. ലെഡ് ആസിഡ്. യെസ്, ലെഡ് ആസിഡ് സെൽ. ലെഡ് ആസിഡ് സെൽ പ്രൈമറി സെല്ലല്ല, അതൊരു സെക്കൻഡറി സെല്ലാണ്. ലെഡ് ആസിഡ് റീചാർജബിൾ സെല്ലാണ്. ഓക്കെ, അപ്പോ ബാക്കിയുള്ളതെല്ലാം വോൾട്ടൈക് സെൽ, ലെക്ലാൻഡ് സെൽ, ഡാനിയൽ സെൽ ഇതെല്ലാം എന്താണ്? ഡ്രൈ സെൽ. ഇതെല്ലാം സെക്കൻഡറി സെല്ലാണ്. സോറി, അതെല്ലാം പ്രൈമറി സെല്ലാണ്. ഇതില് ലെഡ് ആസിഡ് സെൽ സെക്കൻഡറി സെൽ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ലെഡ് ആസിഡ് ബാറ്ററി? അപ്പൊ ലെഡ് ആസിഡ് ബാറ്ററിയുടെ കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ് ചോദ്യം. ഇൻ ലെഡ് ആസിഡ് ബാറ്ററീസ് high specific gravity indicates discharge of the cell. Low specific gravity indicates that the cell is in charge state. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടി നിൽക്കുന്ന സമയത്ത് ഡിസ്ചാർജിങ്ങും കുറഞ്ഞിരിക്കുന്ന സമയത്ത് ചാർജിങ് സ്റ്റേറ്റ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ്? തന്നിരിക്കുന്ന ഓപ്ഷൻസും ഒന്ന് നോക്കണം. only one, neither one, ഏതാ? ബി ആണ്. 1 or 2. അപ്പം രണ്ടുമല്ല എന്നുള്ളതാണ് ആൻസർ. അപ്പം ഓപ്ഷൻസ് ഒന്ന് നോക്കണം. ഐദർ ആണോ നൈദർ ആണോ എന്നൊക്കെയുള്ളതൊന്ന് നോക്കിയിട്ട് വേണം ആൻസർ മാർക്ക് ചെയ്യാൻ. അപ്പം ഇതില് നൈദർ 1 nor 2. കാരണം ലെഡ് ആസിഡ് ബാറ്ററീസിന് ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ ചാർജ്ഡ് സ്റ്റേറ്റും ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ ഡിസ്ചാർജ്ഡ് സ്റ്റേറ്റുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചാർജിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലും ഡിസ്ചാർജിങ് പ്രോസസ്സിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സെല്ലിന്റെ ഫുള്ളി ചാർജ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.28 ആണ്. ഓക്കെ, അപ്പോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷനും തെറ്റാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോ ഹൈ സ്പെസിഫിക് ഗ്രാവിറ്റി ചാർജിങ്ങും ലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഡിസ്ചാർജിങ്ങുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കാർബൺ സിങ്ക് സെൽ ഈസ് ഓൾസോ നോൺ as. കാർബൺ സിങ്ക് സെൽ ഈസ് ഓൾസോ നോൺ as മെർക്കുറി സെൽ, ലെഡ് ആസിഡ് സെൽ, ലെക്ലാൻഡ് സെൽ, ആൽക്കലൈൻ സെൽ. ഓക്കെ, നോക്കാം. കാർബൺ സിങ്ക് സെല്ലിനെ ലെക്ലാൻഡ് സെൽ എന്നാ പറയുന്നത്. ആനോഡ് കാർബണും കാഥോഡ് സിങ്ക് കണ്ടെയ്നറുമാണ്. സോ കാർബൺ സിങ്ക് സെൽ എന്ന് പറയുന്നത് ലെക്ലാൻഡ് സെല്ലാണ്. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് എ സെക്കൻഡറി സെൽ? അപ്പൊ സെക്കൻഡറി സെല്ലിനെ കുറിച്ചുള്ളതാ തന്നിരിക്കുന്നത്. ദേ ആർ ലൈറ്റ് ഇൻ വെയിറ്റ്. Secondary cell is a cell that can be recharged with DC supply and reused multiple times. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഇപ്പൊ നേരത്തെ കുറെ ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ്. അപ്പോൾ ഇത് സെക്കൻഡറി സെല്ലിനെ സംബന്ധിച്ചത് കറക്റ്റ് ആണ്. ഇനി വാട്ട് അബൌട്ട് ദ ഫസ്റ്റ് വൺ? ദേ ആർ
light in weight? false. Both. തെറ്റാണ്. ഏതാ ഏതായിരിക്കും correct? Only two. Only 2. അപ്പൊ വെയിറ്റിന്റെ കാര്യം എങ്ങനെയാണ്? ലൈറ്റ് ആണോ, അതായത് പ്രൈമറിയെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ് കൂടുതലാണ്. യെസ്. തോന്നുന്നു. അപ്പൊ ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ആദ്യത്തത് തെറ്റാണ്. കാരണം സെക്കൻഡറി സെൽ എന്താണ്, സെക്കൻഡറി സെല്ലിന്റെ വെയിറ്റ് പ്രൈമറി സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടുതലാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് കറക്റ്റ്. ഓൺലി 2. Okay, option C ആണ് correct. Secondary cell is a cell that can be recharged with DC supply and reused multiple times. Okay. അടുത്തത്, which of the following is correct with reference to primary cell? പ്രൈമറി സെല്ലിന്റെ കുറെ ഫീച്ചേഴ്സ് ആ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ക്യാൻ ബി, ഐ മീൻ ഫീച്ചേഴ്സ് എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതിൽ ഏത് കറക്റ്റ്, എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള ഇതാണ് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഈസിലി റീചാർജ് ബൈ DC സപ്ലൈ. അത് നമുക്കറിയാം, പ്രൈമറി സെൽ എന്ന് പറയുന്നത് റീചാർജബിൾ അല്ല. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് നോക്കാം. മോസ്റ്റ്ലി യൂസ് ഫോർ ഇന്റർമീഡിയറ്റ് വർക്ക് വിത്ത് ലോ കറന്റ് റേറ്റ്. ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഡിസ്ചാർജ് ദെൻ ഇറ്റ് ക്യാൻ ബി ചാർജ്ഡ് അഗെയിൻ. ദേ ആർ ഹെവി ഇൻ വെയിറ്റ്. ഏതായിരിക്കും? ബി. ഓപ്ഷൻ ബി. കാരണം മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ഡിസ്ചാർജ് ചെയ്താൽ നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാം, അതായത് റീചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് ഓപ്ഷൻ സി പറയുന്നത്. അത് തെറ്റാണ്. ഹെവി ഇൻ വെയിറ്റ് കമ്പയർഡ് ടു സെക്കൻഡറി സെൽ, പ്രൈമറി സെല്ലിന്റെ വെയിറ്റ് കുറവാണ്. അപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മോസ്റ്റ്ലി യൂസ് ഫോർ ഇന്റർമീഡിയറ്റ് വർക്ക് വിത്ത് ലോ കറന്റ് റേറ്റ്. ഓക്കെ. അടുത്തത്, which of the following statements is correct according to Faraday's law of electrolysis? Faraday's law of electrolysis അനുസരിച്ച് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നു, സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2. സ്റ്റേറ്റ്മെന്റ് 1ല് amount of matter is deposited or liberated on electrolysis. Second statement പറയുന്നത് amount of mass liberated from different substances when the same quantity of current is passed through different substances for the same time are in proportion to their chemical equivalent weight. അപ്പോ ഏതാണ് കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണോ, രണ്ടും കറക്റ്റ് ആണോ, രണ്ട് മാത്രമാണോ, രണ്ടും തെറ്റാണ്? രണ്ടും കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആണോ? ഇപ്പം രണ്ടാമത്തെ മാത്രം. കാരണം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ, mass of the substance deposited is directly proportional to the amount of charge എന്നാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് amount of matter is deposited or, ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ. പറയുന്ന മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ചാർജ് എന്നാണ് ഫസ്റ്റ് ഇത് വരുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട്. സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് പെർഫെക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. സോ ഇതില് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ആസ് പെർ എന്ന് വെച്ചാൽ തിയറട്ടിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. എമൗണ്ട് ഓഫ് മാസ് ലിബറേറ്റഡ് ഫ്രം ഡിഫറെന്റ് സബ്സ്റ്റൻസസ് വെൻ ദ സെയിം ക്വാണ്ടിറ്റി of current is passed. മാം കട്ടായി പോകുന്നുണ്ട്. Substances deposited are proportional to their. Okay. ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഇവിടെ and purification of metals. Purification of metals, electro refining of metals. ഇലക്ട്രോലിസിന്റെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ്. ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇലക്ട്രോ റിഫൈനിങ്, ഇതും കറക്റ്റ് ആണ്. ഓക്കെ. Cells are connected in parallel. Each cell has
എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം? ഞാൻ കട്ടായി പാരലൽ പോകുന്നുണ്ട്. കണക്ഷൻ എന്താ കട്ടായി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, റേഞ്ച് ഇല്ലാണ്ട്. ഹലോ, റേഞ്ച് ഇല്ലാണ്ട് കട്ടായി പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, റേഞ്ച് ഇല്ലാണ്ട്. ഇപ്പൊ ഓക്കെ ആയി. ഓക്കെ ഓക്കെ. ഓക്കെ, ഇത് നോക്കിക്കേ. 3 cells are connected in parallel. Each cell has a rating of 2 volt and 5 ampere. കപ്പാസിറ്റി 5 ആംപിയറും ഓരോന്നിന്റെ റേറ്റിംഗ് 2 വോൾട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ആൻഡ് ആംപിയർ അവർ റേറ്റിംഗ് ഓഫ് ദിസ് ബാറ്ററി, ഹോൾ യൂണിറ്റിന്റെ വോൾട്ടേജും ആംപിയർ അവറും എന്തായിരിക്കും? എങ്ങനെ കാൽക്കുലേറ്റ് ഓപ്ഷൻ ചെയ്യും? ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, എങ്ങനെയാ ഓപ്ഷൻ ബി ആവുന്നത്? 3 സെൽസ് ആണ്, പാരലലി കണക്ട് ചെയ്യുന്നു. അപ്പൊ പാരലൽ കണക്ഷനിൽ വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ, വോൾട്ടേജ് എങ്ങനെയായിരിക്കും? നെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ലോവസ്റ്റ് വോൾട്ടേജിന് ഈക്വലന്റ് ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന 3 സെൽസിന്റെയും വോൾട്ടേജ് സെയിം ആണ്, 2 വോൾട്ട് ആണ്. അപ്പൊ 3 സെൽസ് കണക്ട് ചെയ്തിരിക്കുന്നു, 3ഉം പാരലലി കണക്ട് ചെയ്തിരിക്കുന്നു, ഓരോന്നിന്റെ വോൾട്ടേജും സെയിം ആണ്. സോ ആക്ച്വലി വെൻ കണക്റ്റഡ് ഇൻ പാരലൽ, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വലന്റ് ടു ലോവസ്റ്റ് വോൾട്ടേജ് ഓഫ് ദി സെൽ ആണ്. അപ്പം ഇവിടെ ലോവസ്റ്റ് വോൾട്ടേജ് എന്ന് എടുക്കണ്ട, കാരണം 3ഉം സെയിം വോൾട്ടേജ് ആണ്. സോ വോൾട്ടേജ് റേറ്റിംഗ് 2 വോൾട്ട് ആണ്. നെക്സ്റ്റ്, കപ്പാസിറ്റി നോക്കുമ്പോഴത്തേക്കും എത്രയാണ്? 5 ആംപിയർ അവർ ആണ്. 3 സെൽസ് ഉണ്ട്. സോ 5 into 3 ആണ് വരുന്നത്. 5 into 3 നമുക്ക് എടുക്കാം. 5 into 3 equal to 15. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2 വോൾട്ടും 15 ആംപിയർ അവർ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Next, which of the following quantity increases when cells are added to parallel combination? Parallelly connect ചെയ്യുമ്പോഴത്തേക്കും ആംപിയർ അവർ. ഓപ്ഷൻ സി ആണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് റേറ്റിംഗ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. പാരലലി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ സി ആണ് ആൻസർ, ആംപിയർ അവർ ആണ് കൂടുന്നത്. ഓക്കെ, ആംപിയർ അവർ ഇൻക്രീസസ് വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓക്കെ, അപ്പൊ പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? പോസിറ്റീവ് ടെർമിനൽസ് എല്ലാം കറക്റ്റ്, അല്ലെങ്കിൽ ഒരേ പൊളാരിറ്റി ഉള്ള എല്ലാ ടെർമിനലും ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. സീരീസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. തന്നിരിക്കുന്നതിൽ വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ലോഡ് സെൽസ്. ലോഡ് സെല്ലിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത്, നോട്ട് ആൻ അഡ്വാൻറ്റേജ് ആണ്. ഒന്ന് നോക്കിക്കേ. ഹൈലി ആക്യുറേറ്റ്, വൈഡ് റേഞ്ച് ഓഫ് മെഷർമെന്റ്, ക്യാൻ ബി യൂസ് ഫോർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് ലോഡിംഗ്, കാലിബ്രേഷൻ ഈസ് എ tedious പ്രൊസീജിയർ. അഡ്വാൻറ്റേജ് അല്ലാത്തത് ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. കാലിബ്രേഷൻ ഈസ് എ tedious പ്രൊസീജിയർ. അത് അതിന്റെ അഡ്വാൻറ്റേജ് അല്ല. ഓക്കെ, കാലിബ്രേഷൻ tedious പ്രൊസീജിയർ ആണ്, അത് അതിന്റെ ഡ്രോബാക്ക് ആണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാലിബ്രേഷൻ ഈസ് എ tedious പ്രൊസീജിയർ, അത് അഡ്വാൻറ്റേജ് അല്ല. അപ്പൊ ലോഡ് സെൽ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഫോഴ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് ലോഡ് സെൽ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മൂവിംഗ് പാർട്സ് ഇല്ല, റഗഡ് കൺസ്ട്രക്ഷൻ ആണ്, പിന്നെ സ്റ്റാറ്റിക് ആൻഡ് ഡൈനമിക് ലോഡിങ്ങിന് യൂസ് ചെയ്യാം, വൈഡ് റേഞ്ച് ഓഫ് മെഷർമെന്റ്സ് പോസിബിൾ ആണ്, ആക്യുറസി കൂടുതലുമാണ്. അപ്പം ആ തന്നിരിക്കുന്നതിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആണ് റോങ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ്. Again, 10 cells, each of 2 volt EMF and 1 ohm internal resistance are connected in series. വീണ്ടും series connection ആണ്. What is the current flowing through a resistance of 10 ohms connected across the combination of cells? നേരത്തെ നമ്മൾ ഇതുവരെ നോക്കിയതില് ജസ്റ്റ് ടോട്ടൽ വോൾട്ടേജും ടോട്ടൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കാൻ മാത്രമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 10 ohms കണക്റ്റഡ് അക്രോസ് ദിസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. 10 സെല്ലുണ്ട്, ഓരോന്നിന്റെ വോൾട്ടേജും തന്നിട്ടുണ്ട്, ഓരോന്നിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ടോട്ടൽ കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ ഈക്വലൻ വോൾട്ടേജും ടോട്ടൽ ഈക്വലൻ റെസിസ്റ്റൻസും ഫസ്റ്റ് കണ്ടുപിടിക്കുക. കമ്പൈൻഡ് വോൾട്ടേജ് കണ്ടുപിടിക്കുക ആൻഡ് കമ്പൈൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ കമ്പൈൻഡ് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം?
10 സെല്ലുണ്ട്, ഓരോ സെല്ലിൻ്റെതും 2 വോൾട്ട് ആണ്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? 10 into 2 അല്ലെ? ടോട്ടൽ വോൾട്ടേജ് വരുമ്പോഴത്തേക്കും 10 into 2 equal to 20 വോൾട്ട് നമുക്ക് കിട്ടും. അതുപോലെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയാ? റെസിസ്റ്റൻസ് ഓഫ് ഒരു സെല്ലിൻ്റെത് 1 ഓം ആണ്, 10 സെൽസ് ഉണ്ട്. സോ 1 into 10 നമുക്ക് 10 ഓം എന്ന് കിട്ടും. 10 into 1 ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു 10 into 1 ഈസ് ഈക്വൽ ടു 10 ഓം എന്ന് കിട്ടും. പക്ഷേ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് ഓഫ് 10 ഓം കണക്റ്റഡ് അക്രോസ് ദി കോമ്പിനേഷൻ ഓഫ് സെൽസ്? 1 ആംപിയർ. 1 ആംപിയർ ആണ് ആൻസർ. അപ്പൊ അതെങ്ങനെയാ കിട്ടുന്നത്? നമുക്കിപ്പം ടോട്ടൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് 10 ഓംസ് കിട്ടും. അപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് കോമ്പിനേഷന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും? ഈ 10 ഓമിന്റെ കൂടെ ഈ അഡീഷണൽ 10 ഓം നമ്മൾ കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്യുക. സോ 10 ഓം പ്ലസ് 10 ഓം ഈസ് ഈക്വൽ ടു 20 ഓം ആണ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈക്വലന്റ് റെസിസ്റ്റൻസ് 10 ഓം, അതിനോടൊപ്പം തന്നെ ഈ സെല്ലിനോട് കണക്ട് ചെയ്തിരിക്കുന്ന 10 ഓമും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 20 ഓം ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഇസ് ദ കറന്റ് ഫ്ലോയിങ്? കറന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഐ ഈസ് ഈക്വൽ ടു നമ്മുടെ ഓംസ് ലോ യൂസ് ചെയ്യുക. ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. വി എന്ന് പറയുന്നത് നമ്മൾ എത്രയാ കണ്ടുപിടിച്ചേക്കുന്നത്? 20 ആണ് വോൾട്ടേജ്, ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് ഇവിടെ 20 കിട്ടിയിട്ടുണ്ട്. 20 by 20, what will be the answer? 20 by 20 is equal to 1 ampere. So option 1 ആണ് ആൻസർ, 1 ampere. ഓക്കെ, അപ്പം ആദ്യത്തെ 2 സ്റ്റെപ്പും പഴയതുപോലെ തന്നെ. അതിനോടൊപ്പം ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള റെസിസ്റ്റൻസ്, അഡീഷണൽ റെസിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് 20 ഓം എന്ന് കിട്ടും. ആൻഡ് കറന്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് 1 ആംപിയർ എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് which of the following is correct regarding a primary cell? Cannot be charged again, can neither be charged again nor can be taken in use, can be charged again but cannot be used again, it can be charged again and taken in use. ഏതായിരിക്കും? പ്രൈമറി സെല്ലാണ്. ഏതായിരിക്കും ആൻസർ? Cannot be. Option B. Yes, it can neither be charged again nor can be taken in use. അതായത് റീചാർജ് ചെയ്യാനും പറ്റില്ല, റീയൂസ് ചെയ്യാനും പറ്റില്ല. cannot be taken in use. അപ്പോ ആദ്യത്തെ ഓപ്ഷൻ ഇറ്റ് cannot be charged again. രണ്ടാമത്തത് neither be charged again nor can be taken in use. അപ്പോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ചാർജ് ചെയ്യാനും പറ്റില്ല, അതിനെ പിന്നെ യൂസ് ചെയ്യാനും പറ്റില്ല. Okay, they are not rechargeable and they cannot be used again. അതേസമയം സെക്കൻഡറി സെൽ ആണെങ്കിൽ റീചാർജബിളും റീയൂസബിളും ആണ്. ഓക്കെ, നെക്സ്റ്റ് 10 cells each with an EMF of 1.5 volt and an internal resistance of 1.1 ohm are connected in series. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു പ്രോബ്ലം ആണ്. What will be the total EMF and resistance? ഈസിയാ. എങ്ങനെയാ? ടോട്ടൽ ഇ എം എഫും ടോട്ടൽ റെസിസ്റ്റൻസും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടോട്ടൽ ഇ എം എഫ് എന്തായിരിക്കും? 15. 10 into 1.5. ടോട്ടൽ ഇ എം എഫ് എന്ന് പറയുന്നത് 10 into 1.5. അപ്പൊ 15 ആണ്. അപ്പൊ 15 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നേരത്തെ തന്നെ നമുക്കത് മാർക്ക് ചെയ്യാം. 10 into 1.5 15. റെസിസ്റ്റൻസ് ആണെങ്കിലോ 10 into 0.1. 10 into 0.1 1. അപ്പോ ഓപ്ഷൻ സി ആണ് ആൻസർ. യെസ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 1 ഓമും 15 വോൾട്ടും. അതായത് ആദ്യത്തത് 10 into 1.5. 10 into 1.5 എന്ന് പറയുന്നത് 15ഉം രണ്ടാമത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 into 0.1 1 ഓമുമാണ്. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്കാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ടീമിന്റെ സപ്പോർട്ടോടെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇന്ന് തന്നെ ആരംഭിക്കാം. ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, full syllabus based capsule notes and study materials in PDF format, 3000ഓളം
ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും 999 എന്ന നിസ്സാരമായ പ്രൈസിലും.